ചേച്ചി, പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. പ്രശ്നമോ? എന്ത് പ്രശ്നമാണോ വക്കീലെ താൻ പരിഹരിച്ചത്? കുസുമത്തിന്റെ വിവാഹ പ്രശ്നം. അത് താനും ഞാനും വിചാരിച്ചാൽ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നലെയും ഞാൻ ഈ കാര്യം അവളോട് സംസാരിച്ചു. ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും അയോഗ്യന്മാരാണെന്നാണ് അവളുടെ അഭിപ്രായം. എത്ര ആലോചനകൾ വന്നു. ഇതൊന്നുമല്ല, അവൾക്ക് ആകെ ബഹുമാനമുള്ള ഒരു പുരുഷന്റേതാണ് ഈ ആലോചന. എന്റെ നാരായണ, അതാരാണാവോ? മിസ്റ്റർ മാർത്താണ്ഡൻ തമ്പി. എന്ത് തമ്പി? ഈ കോയിക്കല് മാർത്താണ്ഡൻ തമ്പി. അദ്ദേഹവും ഏതാണ്ട് കുസുമത്തെ പോലെ തന്നെയാ. വയസ്സ് 10-30 ആയെങ്കിലും ഇന്ന് വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയതായ കഥ പോലും ഇല്ല. ഓഹോ, അപ്പൊ പിന്നെ എവിടെയാണാവോ ഈ കൈമള് നോക്കുക? കൈമളോ? അതെ, ഈ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാത്ത കൈമളെ. തമ്പി, മാർത്താണ്ഡൻ തമ്പി. കൈമളല്ല. ധാരാളം സ്വത്ത്. ഒരേ ഒരു അനിയനേ ഉള്ളൂ. നല്ല ഒന്നാം തരം മര്യാദക്കാരൻ പയ്യൻ. ബോംബെയിലെ ഏതാണ്ട് വലിയ ഉദ്യോഗത്തിലാ. ജ്യേഷ്ഠൻ ഇരിക്കുമ്പോ അനുജന് കല്യാണാലോചനയോ? നാരായണ നാരായണ. അല്ല, ജ്യേഷ്ഠന് തന്നെയാ. ഞാൻ വിവരം പറഞ്ഞേ ഉള്ളൂ. എന്തു വിവരം? അല്ല, അയാളുടെ കുടുംബത്തെ പറ്റി. ആരുടെ കുടുംബം? ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ആ, കേൾക്കാം കേൾക്കാം. പിന്നെ നമ്മൾ എന്താ ഇപ്പൊ സംസാരിച്ചു കൊണ്ട് വന്നത്? കുസുമത്തിന്റെ കല്യാണക്കാര്യം. ആ, ഓർമ്മ വന്നു. ഇനി കൈമളയെങ്കിലും അവൾക്ക് ഇഷ്ടമാകുമോ കുറുപ്പേ? കൈമളല്ല, തമ്പി, മാർത്താണ്ഡൻ തമ്പി. എല്ലാ ഈശ്വരൻ നിശ്ചയം. വന്ന കാലിൽ നിൽക്കാതെ കേറി ഇരിക്കും. ചേച്ചി കുസുമത്തിനെ നിങ്ങൾ വിളിച്ചാട്ടെ. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. അമ്മാവൻ ഇവിടെ വന്നിട്ട് വളരെ നാളുകളായല്ലോ. പറഞ്ഞാൽ അനുസരിക്കാത്ത അനന്തരവരുടെ അടുത്തേക്ക് അമ്മാവൻ എന്തിനു വരണം? ഞാനോ? ഞാൻ എന്തനുസരണ കേടാ കാണിച്ചത്? എത്ര കാലമായി ഞാൻ നിന്നോട് പറയുന്നു കല്യാണക്കാര്യത്തെ കുറിച്ച്. എത്ര ആലോചന ഞാൻ തന്നെ കൊണ്ടുപോകും. ഞാനിങ്ങനെ മനസ്സോട് കഴിയുന്നതിൽ അമ്മാവൻ എന്താണ് ഇത്രയും ഇഷ്ടക്കേട്? അതെ അതെ, മറ്റുള്ളവരുടെ മനസ്സുഖം നിനക്ക് പ്രശ്നമല്ലല്ലോ. ആകെ ഉള്ളത് 2 പെമ്പിള്ളെ. ഒരുത്തി ലെക്ചറാണെന്നും പറഞ്ഞ് വീട്ടിലിരിപ്പ്, ഇനി ഒരുത്തി പഠിത്തമാണെന്നും പറഞ്ഞ് അമേരിക്കയിൽ. ഇനി ഈ കുടുംബത്തിൽ സന്തതി വേണ്ടെന്നാണോ? ഓഹോ, അതാണോ? തൊഴുത്തിലെ പശുക്കൾ മാറി മാറി പ്രസവിക്കുന്നു. ആ പത്തായപ്പുരയിലോട്ട് കേറാൻ വയ്യ. പാപ്പി പൂച്ച 5 കുട്ടികളെ പ്രസവിച്ചിട്ടിരിക്കുന്നു. ആ മൂളിപ്പട്ടിയുടെ വയറാണെങ്കിൽ 10,000 പോലെ ഇരിക്കുന്നു. ഇതെല്ലാം പോരെ അങ്ങേ? കേട്ടോ കേട്ടോ, നാരായണ നാരായണ, ഇവള് പറയുന്നത് കേട്ടോ. ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല. നീ MA കാരിയാണ്, പ്രായപൂർത്തി വന്നവളാണ്. ഒരാലോചന വന്നിരിക്കുന്നു, അതേക്കുറിച്ച് പറയാനാ വന്നത്. എനിക്കിപ്പോ വിവാഹം വേണ്ട അമ്മാവ. വേണോ വേണ്ടയോ അത് അവനവന്റെ ഇഷ്ടം. ഏതായാലും ഈ ഫോട്ടോ ഒന്ന് നോക്കണം. എന്തിനാ അമ്മാവ? തമാശയായിട്ടൊന്ന് നോക്ക്. അതെ അതെ, അയാൾ തന്നെ നിന്റെ ആരാധ്യ പുരുഷൻ. എന്തു പറയുന്നു? ശാരീരിക ആവശ്യങ്ങൾക്കും സന്താനോൽപാദനത്തിനും വേണ്ടി മാത്രമുള്ള ഒരു ബന്ധമാണ് വിവാഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിവാഹം അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള ഒരു പ്രയാണമാണ്, ഒരു പരീക്ഷണമാണ്. യുക്തിയുക്തമായ ചിന്തയ്ക്ക് അധീനമല്ലാത്ത വികാര പ്രകടനമാണ് മനുഷ്യ സമുദായത്തിന്റെ ഏറ്റവും വലിയ പരാജയം. അതുതന്നെയാണ് അവന്റെ എല്ലാ ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും കാരണവും. എന്താ എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലേ? മനുഷ്യന് അവന്റെ വികാരങ്ങളെ അധീനപ്പെടുത്തുവാനും പരിപൂർണമായി നിയന്ത്രിക്കുവാനും സാധിക്കുന്ന ഒരു കാലമുണ്ടായാൽ അന്ന് ഈ ലോകത്തുനിന്ന് എല്ലാ ദുഃഖങ്ങളും എല്ലാ മത്സരങ്ങളും മാറും. ഈ ഭൂമി ഒരു സ്വർഗമായി ഉയരും. അങ്ങയുടെ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള സാഹിത്യ കൃതികളാണവ. നന്നായി. ഞാൻ അധികം പറയാതെ തന്നെ കുസുമത്തിന് എന്നെ മനസ്സിലാവുമല്ലോ. കേൾക്കൂ. എന്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോൾ ഡോക്ടർ എന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അമ്മ വീണ്ടും പ്രസവിക്കാൻ പാടില്ല. എനിക്ക് 14 വയസ്സായപ്പോൾ അമ്മ വീണ്ടും ഗർഭിണിയായി. എന്റെ അനുജനെ പ്രസവിച്ചതോടുകൂടി എന്റെ അമ്മ മരിച്ചു. എന്റെ എല്ലാമായിരുന്നു എന്റെ അമ്മ. എന്റെ അമ്മയുടെ മരണകാരണം അനിയന്ത്രിതമായ വികാരമല്ലേ? തീർന്നില്ല. എന്റെ അമ്മ മരിച്ച് 90 തികയുന്നതിന് മുൻപ് എന്റെ അച്ഛൻ വീണ്ടും വിവാഹിതനായി. കുഞ്ഞിനെ നോക്കാൻ എന്ന വ്യാജേന. ഒരായിയെ പോലെ കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ആ സ്ത്രീ ഇറങ്ങിപ്പോയപ്പോൾ എന്റെ അച്ഛൻ അവരുടെ പിന്നാലെ പോയി.
പറയൂ. നിയന്ത്രിക്കാനാകാത്ത വികാരം കൊണ്ടല്ലേ എന്റെ അച്ഛൻ ഞങ്ങളെ ജോലിക്കാരുടെ സംരക്ഷണയിൽ വിട്ടിട്ടിറങ്ങിപ്പോയത്? ഞാൻ അന്ന് ദൃഢനിശ്ചയം ചെയ്തതാണ് ഞാനൊരു മാതൃകാ മനുഷ്യനായി തീരുമെന്ന്. എന്റെ അനുജനെയും ഞാനൊരു മാതൃകാ മനുഷ്യനായി തന്നെ വളർത്തി. അവനിപ്പോൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ബോംബെയിലാണ്. എന്റെ ആദർശങ്ങളെ പ്രചരിപ്പിക്കാൻ അവൻ ബോംബെയിൽ ഒരു സമിതി തന്നെ രൂപീകരിച്ചിരിക്കുന്നു. അങ്ങയെ കാണാനും സംസാരിക്കാനും സാധിച്ചത് തന്നെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇന്നെനിക്ക് ഏറ്റവും ആനന്ദമുള്ള ദിവസമാണ്. എന്റെ ആദർശങ്ങളെയും വിശ്വാസങ്ങളെയും മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിവുള്ള ഒരു ജീവിതസഖിയെ കണ്ടെത്താൻ കഴിഞ്ഞത് ഇന്നാണ്. എല്ലാം മംഗളമായിട്ട് നടന്നു. രജിസ്ട്രാർ അദ്ദേഹം ഇങ്ങോട്ട് വരാമെന്ന് സമ്മതിച്ചു തന്നെ വലിയ സൗകര്യമായി. ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ വിവാഹം നടത്തുന്നതാണ് നല്ലത്. എന്തൊരു പണം വാരി കളയുന്നു. അതെ, ആർഭാടമായ വിവാഹം അനാവശ്യമാണ്, ധൂർത്താണ്, എന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധവുമാണ്. കുട്ടിയെ ഇന്ന് തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ടായിരിക്കും അല്ലേ? ഉടൻ. മണി 10 ഉറങ്ങാനുള്ള സമയമാണ്. എഴുന്നേൽക്കേണ്ടത് രാവിലെ 5 മണിക്ക്. 5 മുതൽ 6 വരെ വ്യായാമത്തിനുള്ള സമയമാണ്. ഉറങ്ങിക്കോളൂ. വികാരങ്ങൾ തലപൊക്കിയെന്ന് വരും രണ്ടുപേർക്കും. ആദ്യ രാത്രിയാണ്, കുറേശ്ശെ തണുപ്പുമുണ്ട്. പക്ഷെ നാം പരാജയപ്പെടാൻ പാടില്ല. വികാരങ്ങളെ പരാജയപ്പെടുത്തണം. നമ്മുടെ പരീക്ഷണം ഇന്ന് ആരംഭിക്കുകയാണ്. പ്രഥമ രാത്രിയിലെ പരീക്ഷണം ഒരു വമ്പിച്ച വിജയം തന്നെയായിരുന്നു, അല്ലേ കുസുമം? പരീക്ഷണത്തിന്റെ 1ാം ഘട്ടം വിജയിച്ചിരിക്കുന്നു. ഇനി എനിക്ക് ഭയമില്ല. കുസുമം ഇന്നലെ രാത്രി നേരെ ഉറങ്ങിയില്ല, അല്ലേ? ഞാനും 1-2 പ്രാവശ്യം ഉണർന്നു. അപ്പോഴെല്ലാം
കുസുമം ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വികാരങ്ങൾ നമ്മ രണ്ടുപേരെയും പരാജയപ്പെടുത്തിയാലോ എന്ന് ഭയന്ന് ഞാൻ അനങ്ങില്ല. ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. ഒരല്പ ദിവസങ്ങൾ കൂടി വികാരങ്ങളുടെ ആക്രമണം ഉണ്ടായെന്ന് വരാം. നാം നിയന്ത്രിക്കണം. വികാരങ്ങൾ തോറ്റ് പമ്പ കിടക്കും. വ്യായാമത്തിന് സമയമായി. തയ്യാറാകും.